ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മറ്റൊരു യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ലഗേജ് ഫുള്ള് പാക്ക് ചെയ്ത് നമ്മളിപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത്തവണ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ഇഷ്ട സ്പോട്ടായിട്ടുള്ള കാശ്മീരിലേക്കാണ്. ഇത്തവണ മൊത്തം ഫ്രണ്ട്സിൻ്റെ കൂടെ ആട്ടോ പോകുന്നത്. ഡയറക്റ്റ് കാശ്മീരിലേക്ക് പോകാതെ താജ്മഹലൊക്കെ കണ്ടിട്ട് പോയാൽ മതി എന്നെല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ ഹിമസാഗർ വിട്ട് ഇതാ മംഗള ലക്ഷദ്വീപ് ട്രെയിനിലാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. മംഗള ആയതുകൊണ്ട് തന്നെ എന്താണെന്ന് കണ്ട് തന്നെ അറിയണം. നമ്മൾ ഇതിൽ ടിക്കറ്റ് എടുക്കാൻ ഒരുപാട് ലേറ്റായി പോയിട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് RAC സീറ്റാണ് ലഭിച്ചത്. അത് കൺഫേം ആയില്ല. അപ്പോൾ 2 പേര് ഒരു ബർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അങ്ങനെ നമ്മൾ 7 പേരാണ് പോകുന്നത്. നമുക്കായിട്ട് 4 ബർത്താണുള്ളത്. നമ്മളങ്ങനെ തിരൂരിൽ നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. കോഴിക്കോട് നിന്നാണ് ബാക്കി എല്ലാവരും കയറുന്നത്. വിചാരിച്ച പോലെ തന്നെ സ്ലീപ്പറിലൊക്കെ നല്ല തിരക്കുണ്ട്. ജനറലിൽ കയറേണ്ടവരൊക്കെ സ്ലീപ്പറിൽ കയറിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഇതാ കുറേ പേര് ഇറങ്ങാണ്ട് കേട്ടോ. അവർ കൂടുതൽ പേരും ജനറലിൽ സീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, സീറ്റ് പോയിട്ട് നിൽക്കാൻ പോലും പറ്റാത്തതുകൊണ്ടാണ് അവർ സ്ലീപ്പറിലേക്ക് കയറേണ്ടി വന്നത്. അപ്പോൾ അവർ കുറേ പേര് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒഴിവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗായ്സ്, അത് വെറും വിചാരം മാത്രമായിരുന്നു, ഒരിക്കലും നടക്കില്ല. കാരണം കോഴിക്കോട് ഇറങ്ങിയതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കോഴിക്കോട് നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എവിടെ വരെ ഇങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും നമുക്ക് പോവാം, ഉള്ളവരൊക്കെ ആയിട്ട് കഥയും പറഞ്ഞങ്ങ് പോവാം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് സീറ്റ് കിട്ടി. നൗഫിക്ക് ഇതാ അപ്പർ ബർത്ത് കിട്ടി, സാനിക്ക് ഇതാ ലോവർ കിട്ടി, എനിക്ക് അപ്പർ കിട്ടി. ഇതൊക്കെ എപ്പോൾ പോകുന്നറിയില്ല. നമ്മുടെ സീറ്റ് RAC ആയതുകൊണ്ട് തന്നെ നമ്മൾ 7 പേർക്ക് 4 ബർത്ത് സൈഡ് ലോവർ ബർത്തുകളാണ് കിട്ടിയത്. 2 പേര് വെച്ച് ഓരോ ബർത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ പല ബർത്തുകൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടേക്കുള്ള യാത്രക്കാർ വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ഒരു ബർത്തിലാണ് കയറി കിടക്കുന്നത്. അങ്ങനെ നമ്മൾ മംഗള ലക്ഷദ്വീപിൽ ആദ്യത്തെ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ ഉറക്കണമായിരുന്നത് മഹാരാഷ്ട്രയുടെ മണ്ണെന്നാണ്. രാവിലെ തന്നെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. സ്ലീപ്പറിലെ ടോയ്ലറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ AC എടുത്താൽ മതി എന്ന് തോന്നിപ്പോൾ അത്ര ക്യാപ്പത്തം ടോയ്ലറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല. ശിവ എല്ലാ അപ്പൊ നമ്മൾ മഹാരാഷ്ട്രയിൽ ഏതോ ഒരു സ്ഥലത്തെത്തി. രത്നഗിരിയിലാണ്. മഹാരാഷ്ട്രയിലെ രത്നഗിരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വണ്ടി ഇപ്പോൾ എടുക്കുന്നത്. 2ാം ദിവസം നമ്മൾ ഉണർന്ന ശേഷം വണ്ടി നിർത്തുന്ന ആദ്യത്തെ സ്റ്റേഷനാണ് രത്നഗിരി സ്റ്റേഷൻ. സമയം ഇപ്പോൾ 8 മണിയായിട്ടേ ഉള്ളൂ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ എന്തെങ്കിലും പരിപാടി ഇവിടുന്ന് വേണം നോക്കാൻ. പഴം ബാക്കി വാങ്ങിയോ? വേറെ വാങ്ങിയോ? 100 രൂപ വാങ്ങി. എന്നാലും ഞാൻ പൈസ വീഡിയോ എടുക്കാൻ പറഞ്ഞേ. പാനിപൂരി അഭിപ്രായം പറ. വളരെ ട്രെയിൻ യാത്ര വൈബ് ഫുള്ള് ചില്ലാണ്. ഇവനാണ് നമ്മളെടുത്ത് സ്ലീപ്പർ എടുക്കണം എന്ന് പറഞ്ഞിട്ടോ. AC എടുക്കാൻ പോയാൽ നമ്മളെ സ്ലീപ്പർ വൈബിന് വേണ്ടിയിട്ട് വിട്ടവനാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ?
രാവിലത്തെ ഫുഡ് നമ്മൾ പഴവും കാര്യങ്ങളും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ക്ഷീണമുണ്ട്. ഉച്ചയാവാറായി. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഓൺ ട്രാക്ക് എന്ന ആപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ PNR അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേഷനിൽ നല്ല ഫുഡുകൾ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത സ്റ്റേഷനിലേക്ക് ഫുഡ് എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വന്നു കേട്ടോ. എല്ലാവരും കഴിച്ചുകൊണ്ട് കാണാൻ നല്ല ഫ്രൈഡ് റൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ഫുഡ്. സാറല്ലേ സംഭവം സക്സസ്, അടിപൊളി ഫുഡാണ്. നമ്മൾ ഉണർന്നപ്പോൾ മുതൽ കാണുന്ന ഒരു കാഴ്ചയായത് കംപ്ലീറ്റ് കോട നിറഞ്ഞിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിൽ. നമ്മൾ ആഗ്ര എത്താറാവുമ്പോഴേക്ക് ഈ കോട തന്നെയാണ് കേട്ടോ, ഹെവി കോടയാണ്. അതുകൊണ്ട് തന്നെ വണ്ടി വളരെ പതുക്കെയാണ് വിടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് താജ്മഹൽ എങ്ങനെ കാണാനാ? അതെ, നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടോ. ഈ ട്രെയിൻ അത്യാവശ്യം ഭോപ്പാൽ കഴിഞ്ഞ ശേഷം നല്ല രീതിയിൽ പിടിച്ചിടുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടിട്ട് ഇപ്പോൾ ഭോപ്പാൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു എത്തേണ്ട സമയം അല്ലേ, ആഗ്ര എത്തേണ്ട സമയം. നമ്മളിപ്പോൾ ഗ്വാളിയർ പോലും എത്തിയിട്ടില്ല. 9:55 ആഗ്ര എത്തേണ്ടതാണ്. 9 മണി കഴിഞ്ഞ് 9:30 ആയി. ഗ്വാളിയർ പോലും എത്തിയിട്ടില്ല. പക്ഷെ പുറത്തെ സ്ഥിതി എന്താ വെച്ചാൽ പുറത്ത് പക്ഷെ നല്ല കോട കേട്ടോ. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 8 ഡിഗ്രി സെൽഷ്യസ്. നോർത്ത് ഇന്ത്യ ഫുള്ള് ഇറക്കിയാണ്. ഹായ്, നമ്മളിപ്പോ അയ്യോ ആരംഭത്തിലെ അപമാനം. എന്താ കോട കണ്ടില്ലേ? അതന്നെ, അതേ പറയുള്ളൂ, നല്ല തണുപ്പാണ്. അപ്പൊ നമ്മളിപ്പോ ഗ്വാളിയർ എത്താറായി കേട്ടോ. പക്ഷെ വൺ സ്ലോയിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. എനിക്ക് തോന്നുന്നത് കോടയായിട്ടായിരിക്കും സ്ലോ ആക്കുന്നത്. കാണൂലല്ലോ, അങ്ങനെ ഒരു സീനുണ്ട്. കോടയായതുകൊണ്ട് നല്ല പതുക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ആഗ്ര എത്തേണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഗ്വാളിയർ എത്തിയിട്ടില്ല. ഇനി ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഡിലേ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഏന്തി നോക്കിയപ്പോ ഒരു പെൺകുട്ടിയാ. ഞാൻ നിന്റെ കാലിൽ പോയി അയാൾ കയറി പിടിച്ചു. നിങ്ങൾക്ക് പരാതി ഉണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു പറയാം, പ്രതികരിക്കൂല. പറഞ്ഞു ഷുവറായിട്ട് പോകാം. അപ്പൊ ഞാൻ അവരുടെ കൂടെ ഉള്ള 2 ചെക്കന്മാരും അവരോട് പറഞ്ഞു 3 മണി നേരത്താ ഓനെ തൊട്ടിപ്പുറത്താളുണ്ട്. ഓൻ പോലീസ് ഒന്നും കൂടി അറിഞ്ഞില്ല. 2 പ്രാവശ്യം വന്ന് കാര്യം സംഭവിച്ച അർജു വെറുതെ തള്ളുന്നൊന്നുമല്ല കേട്ടോ. ഇന്നലെ രാത്രി നടന്നൊരു കാര്യമാണ്. ഇന്നലെ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് അവിടെ ഒരു കള്ളു കുടിച്ചൊരു ചങ്ങായി താഴങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സീറ്റുള്ള ആളൊന്നുമല്ല, പക്ഷേ ഇവിടെ വന്ന് കിടക്കുകയാണ്. അവിടെ കുറച്ച് നമ്മളെ മലയാളീസ് ആയിട്ടുള്ള കുറച്ച് ഗേൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിലൊരാളുടെ കാല് കയറി പിടിച്ച് അത് ഇവൻ കണ്ട് നമ്മൾ പരാതിപ്പെട്ടു. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് IRCTCയുടെ ആ ഒരു 139 നമ്പറിൽ കോൾ ചെയ്തിട്ട് നമ്മുടെ പ്രശ്നം പറഞ്ഞാൽ മതി. നെക്സ്റ്റ് സ്റ്റേഷനിൽ തന്നെ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പോൾ പോലീസ് എന്തെങ്കിലും ക്രിമിനൽ സംഭവങ്ങളാണെങ്കിൽ പോലീസ് എന്തായാലും വരും. അത് ശരിക്കും അറിഞ്ഞിട്ടോ. അടുത്ത ഭോപ്പാൽ സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് എത്തി അവനെ പിടിച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഈ ഒരു കേസിൽ മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് തവണ IRCTCൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ട്രെയിനിൽ സ്വിച്ച് വർക്ക് ചെയ്യില്ല, ഫാൻ വർക്ക് ചെയ്യില്ല, പല കാര്യങ്ങൾ വർക്ക് ചെയ്യാതിരുന്നപ്പോഴൊക്കെ നമ്മൾ വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് 139 വിളിക്കുക, നമ്മുടെ പരാതി പറയുക.
ഒന്നുമില്ല, നമ്മൾ അടിച്ചു കൊടുക്കാനേ ഉള്ളൂ, 1 2 3 ഒക്കെ അടിച്ചു കൊടുക്കാനേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റേഷനിൽ തന്നെ അവരത് പരിഹരിക്കും. ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ ഇഷ്യൂ ആണെങ്കിലോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന എന്ത് ഇഷ്യൂ ആണെങ്കിൽ പോലും നമുക്കത് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ആരും അത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ടിരിക്കേണ്ട, നെക്സ്റ്റ് സ്റ്റേഷൻ തന്നെ അത് പരിഹരിക്കപ്പെടുന്നതായിരിക്കും. പഞ്ചവർണ്ണ കുളിരേ പാലായി കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലോറും മധുരം തേച്ചോറും തരുമോ, പാടി തരുമോ, പാടി തരുമോ താഴല്ലേ. ആ എന്നാ താഴെ താ എടുക്കാൻ കൊണ്ട് സൂര്യനുടെ വരുന്നുണ്ടേ മുരളി പ്രണയ ഹൃദയ സഖീ ആത്മസഖീ നിങ്ങളാണോ മാനേ മധുര കനിമേ മദന കുഴമേ ഒന്ന് വന്നാട്ടെ എന്ന് നിന്നാട്ടെ നാണമെന്ന് ചൊല്ലു ചൊല്ലി നാവിറങ്ങി പോയോ മാനേ മധുര കരിമേ. വരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുഞാറ് നടന്നൊരു കാലം മെല്ലെ ഓടി നടന്നൊരു പെണ്ണ് കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമശി കൊണ്ട് വരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുകടി വായോ കഴിഞ്ഞു പോയി അത് തമിഴില്ല പോലെ പള്ളിത്തേരാണേ പെരുവണ്ണ നൗഫി ഹാജർ സുഹേൽ ഹാജർ ഷർജു MVD ഷർജു നമസ്കാരം. അപ്പോൾ നമ്മളിതാ തിരിക്കാൻ പോവാട്ടോ, അല്ല ഇറങ്ങാൻ പോവാട്ടോ. എല്ലാരോടും ബായ് പറഞ്ഞ് നമ്മള് വിടാൻ പോവാണ്. എന്ത് നമ്മൾ ഇറങ്ങാൻ പോവാണ്. അങ്ങനല്ലേ ചോദിക്കണ്ടേ? ഞാൻ തന്നെ എന്തെന്ന് ചോദിക്കണ്ടേ? ഇപ്പൊ ഫുള്ള് കോട തന്നെയാ കേട്ടോ, നല്ല കോടയാണ്. ഈ കോടയിൽ താജ്മഹൽ കാണുമോ ഇല്ലേ എന്നുള്ള ഒരു ഉറപ്പുമില്ല. എന്തായാലും പോയി നോക്കട്ടെ. നമ്മൾ അടുത്ത സ്റ്റേഷനാണ്. സ്റ്റേഷനിൽ ആഗ്രേൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേഷനിൽ 1 മണിക്കൂർ അവർ പിടിച്ചു വെച്ചു. ഇപ്പോൾ സംഭവം വെച്ചാൽ 2 മണിയാവും. 2 മണിക്ക് നമ്മൾ എവിടെ എത്തുള്ളൂ? ആഗ്ര എത്തുള്ളൂ. 2 മണിക്ക് ആഗ്ര എത്തിയാൽ നമുക്ക് 4 മണിക്കാണ് നെക്സ്റ്റ് ട്രെയിൻ. അതിൻ്റെ ഇടയ്ക്ക് താജ്മഹൽ കാണാൻ പറ്റുള്ളൂ എന്നൊരു ഉറപ്പുമില്ല. എന്തായാലും പോയി നോക്കാം. നമുക്ക് പറ്റുമെങ്കിൽ താജ്മഹൽ കാണാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് കാശ്മീരിലേക്കുള്ള ട്രെയിൻ പിടിക്കാം. ഇത് ട്രെയിൻ നീങ്ങുന്നുണ്ടോ? ട്രെയിൻ ഇങ്ങനെ പതുക്കെ പോവാ. മംഗള ലക്ഷദ്വീപ് ഇടയ്ക്ക് ഒരു ഗീർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും. നമ്മൾ പോവാട്ടോ.
ഓക്കെ ബൈ. നിങ്ങൾ ഇവിടെയും ഹായ് ഞാനുണ്ടോ രാവിലെ 10 മണിക്ക് എത്തേണ്ട ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയത് ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിട്ടാണ്. രാവിലെ 11 മണി മുതൽ ഒരു 3 മണി വരെയൊക്കെ ആഗ്ര കോട്ടയും താജ്മഹലും ഒക്കെ കണ്ട് റിലാക്സ് ചെയ്ത് ആഗ്രയിൽ കുറച്ചു നേരം നിൽക്കണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് നമുക്ക് പണി തന്നു. ഇനി നമ്മുടെ കയ്യിലൊരു 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ താജ്മഹൽ പോയി കണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. താജ്മഹൽ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലഗേജൊക്കെ ആഗ്ര കാൻറ്റ് റെയിൽവേ സ്റ്റേഷനിലാണ്, ഏത് റെയിൽവേ സ്റ്റേഷനിലാണോ ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അവിടെ 90 രൂപ ചാർജിൽ നമ്മുടെ ഒരു ബില്ലും തരും, ഒരു ലോക്കൊക്കെ ചെയ്ത് വെക്കാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് അത് തന്നെയായിരിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, താജ്മഹൽ വരെ പോകാൻ നിങ്ങൾ വേറെ ടാക്സി ഒരു കാര്യവും ഹയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾക്കിതൊരു അബദ്ധം പറ്റിയതാണ്. നിങ്ങൾക്ക് അവിടെ പുറത്തുനിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് ഓട്ടോ വിളിച്ച് പോയാൽ മതി, അവർ താജ്മഹലിൻ്റെ മുന്നിൽ നമ്മളെ എത്തിച്ചു തരും. ഇത് അധിക ചിലവാണ്. ഇവർ നമ്മുടെ ധൃതി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അധിക പൈസ ഈടാക്കുകയും ചെയ്തിരുന്നു. ആദ്യമായിട്ട് രോഗാത്ഭുതം കാണാൻ പോകാം. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് എല്ലാവരും രോഗാത്ഭുതം കാണാൻ പോകും. എല്ലാവരും കണ്ടില്ലല്ലോ. ആദ്യമായിട്ട് എല്ലാവരും രോഗാത്ഭുതം കാണാൻ പോകും. ഞാനാ കാണിക്കുന്നത്, ബാക്കല്ല കാണിക്കുന്നത്. അപ്പം നമ്മളിതാ അങ്ങോട്ട് ഓടുകയാണ്, സമയമില്ല. 4ാം ക്ലാസ് സ്പ്രിന്റിൽ 100 മീറ്റർ. അതെ അതെ, ഫസ്റ്റ് നേടിയ ഞാനും സെക്കൻഡ് നേടിയ ശങ്കരനും. കൈരളിയിൽ സിനിമക്ക് പോയാലും ഉത്തർപ്രദേശിൽ താജ്മഹൽ കാണാൻ പോയാലും ലാസ്റ്റ് മിനിറ്റ് ഓട്ടം, അവസാനം 10 മിനിറ്റ് ഓട്ടം. അങ്ങനെ താജ്മഹൽ കണ്ട് തിരിച്ച് ആഗ്ര സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് നേരെ ഡൽഹിക്കുള്ള ട്രെയിൻ ഇപ്പോൾ വരും. വെയിറ്റിംഗ് ഫോർ ദാറ്റ് ട്രെയിൻ. അങ്ങനെ ആരും ചെയ്യാത്ത കാര്യം, 1 മണിക്കൂർ കൊണ്ട് താജ്മഹൽ പോയി നമ്മൾ തിരിച്ചു വന്ന് അല്ലേ. തീരെ സമയമില്ലേ, നമ്മളെ മംഗള എക്സ്പ്രസ് നല്ല ഒരുപാട് സമയം വെറുതെ കളഞ്ഞ് ഒരു 4 മണിക്കൂർ ഡിലേ വന്നതിനെ കൊണ്ട് നമുക്ക് അധികം സമയം താജ്മഹൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ റിട്ടേൺ വരുമ്പോൾ എന്തായാലും താജ്മഹൽ കയറും.
അങ്ങനെ നമ്മൾ ആഗ്രയിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഡൽഹിയിലേക്കാണ് പോകുന്നത്. ഡൽഹിയിൽ നിന്നാണ് ജമ്മുവിലേക്കുള്ള മറ്റൊരു ട്രെയിൻ നമുക്ക് കയറേണ്ടത്. എന്തായാലും ബാക്കി കാഴ്ചകൾ ഡൽഹി എത്തിയിട്ട് കാണാം. അപ്പോൾ ഇന്നലത്തെ സംഭവബഹുലമായ ആ ഒരു രാത്രിക്ക് ശേഷം നമ്മളിപ്പോൾ ജമ്മു എത്താറായിട്ടോ. 3 മണിക്കൂറുടെ ഇപ്പോൾ പഞ്ചാബിലുള്ളത് കപ്പനാബാദോട് അവരിക്കണം. അപ്പോൾ ജമ്മു എത്താറായി. നമ്മൾ ഈ ബസ്സിലാണ് വന്നത്. ബസ്സിന് വന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. നമുക്ക് മറ്റേ ട്രെയിൻ മിസ്സായിട്ടോ. ട്രെയിൻ മിസ്സാകാൻ കാരണം നമ്മൾ യാതൊരു വിധത്തിൽ ലേറ്റ് ആയതല്ല, നമ്മുടെ ട്രെയിൻ ലേറ്റ് ആക്കിയതാണ്. നമ്മൾ ഛത്തീസ്ഗഡ് എക്സ്പ്രസ് വന്നിനല്ലോ, പോയിനല്ലോ ഇവിടെ ഡൽഹിക്കുള്ള. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമുള്ള സറായ് രോഹില്ല സ്റ്റേഷനിലായിരുന്നു നമുക്ക് എന്തുണ്ടായിരുന്നത് ട്രെയിൻ കയറേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ കയറിയ ഛത്തീസ്ഗഡ് എക്സ്പ്രസ് 2-2.5-3 മണിക്കൂറോളം പിടിച്ചിട്ട് ലേറ്റ് ആക്കി. അപ്പോൾ 5 മിനിറ്റ് ഞങ്ങൾ പിന്നെ ടാക്സി വിളിച്ച് പോയി. പക്ഷേ 5 മിനിറ്റ് ആ ട്രെയിൻ മിസ്സായി. ഒരു 5 മിനിറ്റ് നേരത്തെ നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ കിട്ടായിരുന്നു. പിന്നെ വേഗം കാശ്മീരി ഗേറ്റിൽ പോയി. കാശ്മീരി ഗേറ്റിലുള്ള ഒരു ട്രാവൽസിൽ നമ്മൾ ബുക്ക് ചെയ്ത്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല റേറ്റിന് 800 രൂപയ്ക്കൊക്കെ നമുക്ക് എന്ത് കിട്ടും, 800 രൂപയ്ക്ക് ഒരു ബസ് കിട്ടും. 700-800. പക്ഷേ നമ്മുടെ ആവശ്യം കണക്കാക്കിയിട്ട് അവർ നല്ല റേറ്റ് പറയും. 1500 രൂപയ്ക്കാണ് ഈ ഒരു ബസ്സിൽ സ്ലീപ്പർ നമുക്ക് കിട്ടിയത്. 800 രൂപയ്ക്കൊക്കെ കിട്ടേണ്ട സ്ലീപ്പറാണ് 1500 രൂപയോളം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷേ കുഴപ്പമില്ല, യാത്ര നല്ല അടിപൊളിയായിരുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇപ്പോൾ നല്ല തണുപ്പാണ്. 4 ഡിഗ്രി 3 ഡിഗ്രിയാണ്. അതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൈയൊക്കെ അതാ മരവിച്ച് വരുന്നുണ്ട്. നമ്മളിപ്പോൾ പഞ്ചാബിലാണ്, പഞ്ചാബ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ചായ കുടിക്കാനും മറ്റ് പ്രാഥമിക കർമ്മങ്ങൾക്കുമായി ഇവിടെ നിർത്തിയതാണ്. ഒന്നും സമയം കിട്ടില്ല എന്നതാണ് സത്യം. ഇവിടെ തണുപ്പാണുള്ളത് മിസ്റ്റർ സാനി. ഇപ്പോൾ എത്ര ഡിഗ്രിയാണ് മിസ്റ്റർ നന്ദൻ? 4 ഡിഗ്രി 4 ഡിഗ്രി തണുപ്പാണുള്ളത്. ഇദ്ദേഹം ചെയ്ത വീഡിയോ ആണ്. വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്തും ഇദ്ദേഹം തന്നെയാണ്. ഇപ്പം 123 പ്രാവശ്യം കാണുന്നത്. 123 തവണയാണ് അത് ഇത് തന്നെ എടുത്ത് കാണുന്നത്. അതെ, അദ്ദേഹത്തിന് വീഡിയോയെ പറ്റി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഷോട്ട് എടുക്കാൻ സാധിച്ചത്? വളരെ മനോഹരമായ ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ കറക്റ്റ് സമയത്ത്? മറ്റാർക്കും ഇതുപോലൊരു ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ സ്കില്ല് കൊണ്ടും പിന്നെ എന്താ പറയാ ദൈവാനുഗ്രഹം കൊണ്ടും കിട്ടിയതാണ് ആ ഒരു മൊമെന്റ്. അല്ലാതെ എനിക്ക് അത് ക്ലിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകൻ മിസ്റ്റർ നന്ദനോട് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ആദ്യമായിട്ടോ സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്നത് അല്ലേ? വോൾവോ സ്ലീപ്പർ സെറ്റാ. സുഖമായിട്ട് പോവാ, നല്ല സുഖമായിട്ട്. തണുപ്പും വലിയ പ്രശ്നം അറിയുന്നില്ല. ഇളക്കം കൂടുതലാണ്. എന്റെ പുറകിലാകുമ്പോ ഇളക്കം കൂടുതലാണ്. പക്ഷെ ഞാൻ അവിടെ ആയിരുന്നു, എനിക്ക് അത്ര ഇളക്കമൊന്നുമില്ലായിരുന്നു. ഏറ്റവും പുറകിലെ സീറ്റ് തെരഞ്ഞെടുക്കാതിരിക്കുക, നല്ല ഇളകും. ഹമ്പ് ചാടുമ്പോ നേരെ പോകും ചെറുതായിട്ട്. അതെ, നേരെ പോയി തരൂ. ജമ്മു എത്തിട്ടോ. ജമ്മു അങ്ങനെ നമ്മൾ ജമ്മു എത്തിയിരിക്കുകയാണ്. ജമ്മു നിന്ന് ശ്രീനഗറിലേക്കുള്ള ഒരു അടിപൊളി യാത്ര. മമ്മു അല്ലടാ, ജമ്മു. ഹലോ, ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്തായാലും നല്ല കംഫർട്ടായിട്ട് പോകാൻ പറ്റി. കൂട്ടിലേ കയറാൻ പറ്റും. കൂട്ട് കയറി സിനിമത്തിന് കൂട്ടിലാകെ. എന്താടാ നമ്മൾ വണ്ടി എടുത്തു. 500 രൂപയ്ക്കാണ് എടുത്തത്. ശ്രീനഗറിൽ നിന്ന് അല്ല, ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ബാഗ് വെച്ചിട്ടുണ്ട്.
ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ടാക്സി റേറ്റ് സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ നമ്മുടെ കാശ്മീർ യാത്രയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ജമ്മുവിൽ നിന്ന് അല്ലെങ്കിൽ ഉധംപൂരിൽ നിന്നൊക്കെ ശ്രീനഗറിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യണം മിക്ക കാര്യങ്ങൾക്കും. മെയിനായിട്ട് ടാക്സിക്ക് നമ്മൾ എത്രത്തോളം ബാർഗെയിൻ ചെയ്യുന്നു അത്രത്തോളം റേറ്റ് കുറഞ്ഞു കിട്ടും. കഴിഞ്ഞ തവണ നമ്മൾ നല്ലോണം ബാർഗെയിൻ ചെയ്ത് 500 രൂപയ്ക്കാണ് ഉധംപൂരിൽ നിന്ന് ആരംഭിച്ചതെങ്കിൽ ഇത് ജമ്മുവിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് 500 രൂപയ്ക്ക് കിട്ടി. കഴിഞ്ഞ നമ്മുടെ ശ്രീനഗറിലേക്കുള്ള ടാക്സി യാത്രയുടെ ആ ഒരു വീഡിയോയുടെ താഴെ കുറച്ച് കമൻറ്റ് കണ്ടിരുന്നു. അവർ 1300 രൂപയും 1500 രൂപയൊക്കെ കൊടുത്തിട്ടാണ് ശ്രീനഗറിൽ എത്തിയെന്നുള്ളത്. ശരിക്കും നമ്മൾ 1-2 പേരൊക്കെ പോവുകയാണെങ്കിലാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരിക. നമ്മളൊരു 5-6 പേരൊക്കെ പോവുകയാണെങ്കിൽ എങ്ങനെയായാലും നമുക്ക് നല്ല രീതിയിൽ വില പേശിക്കൊണ്ട് ഒരാൾക്ക് 500 രൂപ 600 രൂപ റേഞ്ചിലൊക്കെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്താവുന്നതാണ്. നിങ്ങൾ 1-2 പേരൊക്കെയാണ് ശ്രീനഗറിലേക്ക് ഇങ്ങനെ പോകുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ടീമൊക്കെ ആയിട്ട് കമ്പനി ആയി കഴിഞ്ഞാൽ അവരുടെ കൂടെ ശ്രീനഗറിലേക്കുള്ള ടാക്സി ഒന്നിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്, എടുക്കാവുന്നതാണ്. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ടാക്സിക്കാർ പറയുന്ന റേറ്റിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ബനിഹാളിലേക്കുള്ള ആ ഒരു ദുർഘടം പിടിച്ച ആ ഒരു റോഡ് യാത്രയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേയായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയതാണ്. ചിക്കൻ മട്ടൻ റൈസ് എത്തിയിട്ടുണ്ട്. ഫുഡ് അങ്ങോട്ട് വെച്ചത് പിന്നെ നമ്മൾ കറി പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ കറിയും മട്ടൻ കറിയും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ മട്ടൻ പിസ്ത എന്ന് പറയുന്നത്. മട്ടനൊക്കെ കൈകൊണ്ട് എടുക്കുന്നുണ്ട്, പിന്നെ പറഞ്ഞിട്ട് കാണിക്കാം. ഞാൻ 2 കഷ്ണൻ്റെ മട്ടൻ കറി, 2 ചിക്കൻ കറി. ആ കഷ്ണം കീറോ, ബാക്കി എടുത്തോ. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, കൊള്ളാം, നൈസ്. ആ റെസ്റ്റൊക്കെ സൂപ്പറായിരുന്നു. മട്ടൻ കറി അടിപൊളിയായിരുന്നു, ചിക്കനും ഒക്കെ ആയിരുന്നു. ഇതാ നമ്മുടെ ബില്ലൊക്കെ കൊടുത്തു, എല്ലാവരും പോവാണ്. भैया आपका नाम? लियाकत. थैंक यू, अच्छा फूड है. ओके ठीक है. ഭക്ഷണം കഴിച്ച ശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴേക്കും നമ്മളിതാ ഈ ഒരു ടണലെത്തി. കഴിഞ്ഞ നമ്മുടെ കാശ്മീർ സീരീസിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ടണലിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലായിട്ടുള്ള ചനാനി നഷ്ട് ടണൽ അഥവാ ശ്യാമപ്രസാദ് മുഖർജി ടണലാണിത്. ഏകദേശം 10 കിലോമീറ്ററോളം നീളമുള്ള ഈ ഒരു ടണലിലൂടെയുള്ള ഒരു യാത്ര ഗംഭീര ഒരു എക്സ്പീരിയൻസ് തന്നെയാട്ടോ. കാശ്മീരിലെ ഏറ്റവും ദുർഘടം പിടിച്ചൊരു റൂട്ടുകളിലൊന്നാണ് ഈ ബനിഹാളിലേക്കുള്ള ഈ റോഡെന്ന് പറയുന്നത്. കാരണം ഒരുപാട് റോഡ് പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചിൽ ഉണ്ടാവാറുണ്ട്, നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോഴൊക്കെ എത്രയോ മണിക്കൂറുകൾ നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നമുക്ക് ബ്ലോക്കൊന്നുമില്ല, കാരണം അത്ര ഹെവി സീസണൊന്നും അല്ലാത്തതുകൊണ്ട് ആളുകൾ വളരെ കുറവായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ എവിടെയും നമുക്ക് ബ്ലോക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിചാരിച്ചാലും നേരത്തെ തന്നെ നമുക്ക് ബനിഹാൾ എത്താൻ പറ്റി. കഴിഞ്ഞ തവണ ബനിഹാൾ രാത്രിയായിരുന്നു നമ്മൾ എത്തിയിരുന്നത്. ഇപ്പോഴാണ് ബനിഹാളിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയത്. ഇവിടെ നിന്നാണ് ഫേമസ് ആയിട്ടുള്ള ബനിഹാൾ ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാശ്മീരിലെ മറ്റൊരു പ്രധാനപ്പെട്ട റോഡ് ടണലാണ് ബനിഹാൾ ടണൽ. ഏകദേശം 8.5 കിലോമീറ്റർ നീളമുണ്ട് ഈ ഒരു ടണലിന്. നമ്മളങ്ങനെ കാശ്മീരിലെത്തിട്ടോ, ആനന്ദ്നാഗ് എത്തി. അനന്ത്നാഗിൽ ഇതാ നമ്മുടെ ഡ്രൈവർ ഭായി ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ നിർത്തിയാണ്. കാരണം പുള്ളിക്കെന്താ ഉറക്കം വരുന്നേക്കൂ. നമ്മുടെ ഡ്രൈവർ ചായ കുടിക്കാൻ പോയ സമയത്ത് നമ്മളടുത്ത് ഒരു കച്ചവടക്കാരൻ എത്തിയാണ്. അദ്ദേഹം വൂളൻ സോക്സ് അതുപോലെ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്, ഗ്ലൗ ഒക്കെയാണ് തരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും വിൻ്റർ സമയത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഐറ്റം, ഈ ഒരു വൂളൻ സോക്സ് നമുക്ക് റൂമിലൊക്കെ ഇടാൻ പറ്റിയ, ഷൂസിൻ്റെ ഉള്ളിലിടാൻ പറ്റിയൊരു ഐറ്റമാണ്. കാരണം നല്ല രീതിയിൽ അത് ഉപകാരപ്പെടും. നമ്മൾ ബനിഹാൾ ടണൽ കഴിഞ്ഞ് മുതൽ പിന്നീട് കാണുന്നത് ആനന്ദ്നാഗ് ആയാലും ഖാസിഗുണ്ട് ആയാലും എവിടെ എല്ലായിടത്തിലും പിന്നെ നമ്മൾ കാണുന്നത് കാശ്മീരിൻ്റെ ഭംഗിയാണ്. കാശ്മീരിലെ യഥാർത്ഥ ഗ്രാമങ്ങളുടെ ഭംഗി നമ്മൾ താഴെ കണ്ട പോലെ ഒന്നല്ല കേട്ടോ. അതൊരു ഡിഫറെൻറ്റ് പ്ലേസ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും.
അവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും അതേപോലെ വീടുകളാണെങ്കിലും പാടങ്ങളാണെങ്കിലും ഒക്കെ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് കേട്ടോ കാശ്മീരിന്. ആ ടണൽ അങ്ങോട്ട് കഴിഞ്ഞതും പിന്നെ നമ്മൾ വേറെ ഏതോ രാജ്യത്ത് എത്തിപ്പോയ ഒരു ഫീലൊക്കെയാണ്. കാരണം കാണുന്ന കാഴ്ചകളൊക്കെ അത്രയ്ക്ക് മനോഹരമാണ്. നമ്മൾ തൊട്ടു മുമ്പ് കണ്ട സ്ഥലങ്ങളോ അല്ലെങ്കിൽ അതേപോലെ തിരക്കുള്ള അങ്ങനത്തെ ഒരു ഏരിയയേ അല്ല കാശ്മീർ എന്ന് പറയുന്നത്. വളരെ വിശാലമായി കിടക്കുന്ന ഗ്രാമങ്ങളാണ് കാശ്മീരുള്ളത്. അപ്പോൾ നമ്മൾ റൂമിലെത്തി റൂമിൽ നിന്ന് കുളിച്ച് മാറ്റിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. എല്ലാം കഴിഞ്ഞതാ എൻ്റെ മോനെ ജാക്കറ്റൊക്കെ സെറ്റായി നൗഫി. കാശ്മീരിലെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബട്ടർ റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. കേരള സ്റ്റൈൽ ഫുഡ് കറികളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നേരെ ബട്ടർ റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതി. ദാൽ ഗേറ്റ് സെക്കൻഡിൻ്റെ അടുത്താണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മളിതാ തിരികെ റൂമിലേക്ക് പോവാണ്. ദാൽ ഗേറ്റ് 1ൻ്റെ അടുത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് സോൻവാറിലുള്ള നമ്മുടെ റൂമിലെത്താൻ. തണുപ്പ് നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്. അധികം ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. പെട്ടെന്ന് തന്നെ റൂമിലെത്തി സുഖമായിട്ട് കിടക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാശ്മീരിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.